നമസ്കാരം. ഇന്ന് പകൽ, അതായത് ജൂൺ 12-ാം തീയതി, ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാമനെ അറിയില്ലെന്ന് പറഞ്ഞാൽ വേടന് ഒരു ദിവസത്തെ കൂലി 15 ലക്ഷം. ഈ വീഡിയോയിൽ കൂടെ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ കാര്യങ്ങളൊക്കെ ഷാജൻ സ്കറിയ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ആ വീഡിയോയുടെ അവസാന ഭാഗത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2-3 പ്രാവശ്യം വേടന് ഒരു സ്റ്റേജിന് 15 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് ഷാജൻ സ്കറിയ പറയുന്നുണ്ട്. അതിൽ ഷാജൻ സ്കറിയയ്ക്ക് സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 2 പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ ഈ വേടനൊക്കെ ഇത്രയും മേടിക്കാറായോ, അതിനുള്ള അർഹതയുണ്ടോ എന്നൊരു ധ്വനി ഷാജൻ സ്കറിയയുടെ വാക്കിൽ ഇല്ലാതില്ല. 2-3 കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ കൂടെ ഊന്നൽ കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, രാമനെ അറിയില്ല എന്ന് വേടൻ പറഞ്ഞത് വളരെ അപഹാസ്യകരമായ കാര്യമാണ്. 2, വേടൻ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നില്ല, അവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. 3, എന്നോ പഴകിയ ജാതീയതയെ കുത്തിപ്പൊക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരട്ടെ. രാമനെ അറിയില്ല എന്ന് വേടൻ പറഞ്ഞത് വലിയൊരു അപരാധമായി ഷാജൻ സ്കറിയ കാണുന്നു. ഇവിടെ ആരെയെല്ലാം അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഗാന്ധിജിയെ അറിയത്തില്ല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ഗാന്ധിജിയെ അറിയില്ല, ഞങ്ങൾക്ക് ഗോഡ്സെ അറിയാം. ഗോഡ്സെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാകണം എന്നാഗ്രഹിക്കുന്നവർ എത്രയോ പേരുണ്ട്. അതുപോലെ അംബേദ്കറെ അറിയത്തില്ല. അംബേദ്കറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ തല മുതൽ ഉള്ളങ്കാൽ വരെ ചൊറിയുന്നവർ എത്രയോ പേരുണ്ട്. അങ്ങനെ പലരെയും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു വേടൻ പറയുന്നു, എനിക്ക് രാമനെ അറിയത്തില്ല. ഈ രാജ്യത്ത്, ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാളെ അറിയാനും അറിയാതിരിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അതിനെന്തിനാണ് വെറുതെ ഒരു വ്യക്തിയെ എനിക്ക് ഇന്നയാളെ അറിയത്തില്ല എന്ന് പറയുന്നതിൽ എന്തിനാണ് ആ വ്യക്തിയെ ക്രൂശിക്കുന്നത്? രണ്ടാമത് പറയുന്ന കാര്യം, ഈ ലോകത്തിൽ പല ഭാഗത്തും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ പലരെയും കൊല്ലുന്നുണ്ട്, കശാപ്പ് നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ട് വേടൻ പറയുന്നില്ല? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ്റെ പാട്ടുകളിൽ വേടൻ്റെ ഹൃദയത്തെ ആഴമായി വേദനിപ്പിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വേടൻ്റെ മുൻ തലമുറക്കാർ ഈ കേരളത്തിൻ്റെ മണ്ണിൽ അടിമകളായി മൃഗങ്ങളെപ്പോലെ വളരെ വൃത്തിഹീനമായ ജാതി വിവേചനത്തിൻ്റെ ഇരകളായി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സങ്കടവും ദേഷ്യവും ഒക്കെ വേടൻ്റെ പാട്ടുകളിൽ പുറത്തു വരുന്നുണ്ട്. വേടൻ്റെ മുൻപിൽ നടന്നുപോയ ആ തലമുറയെ അടിമകളാക്കി മൃഗങ്ങൾക്ക് തുല്യമാക്കി നിർത്തിയത് ഇസ്ലാമിക മതം അല്ല. ഇവിടെ പിന്നോക്ക വിഭാഗത്തെ അടിമകളാക്കി നിലനിർത്തിയത് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെ സിസ്റ്റവുമാണ്, സമ്പ്രദായങ്ങളുമാണ്, അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസമനുസരിച്ച് ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ മുഖത്തു നിന്നുണ്ടായെന്നും, ഒരു കൂട്ടം ആളുടെ കയ്യിൽ നിന്നുണ്ടായെന്നും, ഒരു കൂട്ടം ആളുടെ അരയിൽ നിന്നുണ്ടായെന്നും, ഒരു കൂട്ടം ആളുടെ പാദത്തിൽ നിന്നുണ്ടായെന്നും ഒക്കെ പറയുന്നു. വേറെ ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്നുണ്ടായെന്ന് ഒരു പിടിയില്ല. അവർ ദൈവത്തിൻ്റെ ഭാഗമേ അല്ല. അവർ ഈ ദൈവത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർക്ക് അടിമകളായി ദാസ്യവേല ചെയ്ത് ജീവിച്ചോണം. അവർക്ക് എന്തെങ്കിലും നന്മ അനുഭവിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട, വരാനുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൽ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് ഒരു കൂട്ടം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് അടിമകളാക്കി നിലനിർത്തിയ മതം ഇസ്ലാം മതമല്ല.
അതിവിടുത്തെ ഹൈന്ദവ മതമാണ്. ആ ഹൈന്ദവ മതത്തിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിത്തീർന്നവരാണ് വേടൻ്റെ മുൻഗാമികളായ ആളുകൾ. ആ വേദനയും ആ നീറ്റലും പിടച്ചിലുമൊക്കെയാണ് വേടൻ്റെ പാട്ടുകളിൽ വരുന്നത്. വേടൻ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ചീത്ത പറയണം, അവർക്കെതിരെ പാടണം? അവരൊന്നും വേടൻ്റെ വല്യപ്പച്ചന്മാരെയും വല്യമ്മമാരെയും ഒന്നും ചെയ്തിട്ടില്ല. ഈ നാട്ടിലെ ദളിതരെ അവർ ഉപദ്രവിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് വേടൻ മുസ്ലിങ്ങൾക്കെതിരെ പാട്ട് പാടണം, അവർക്കെതിരെ തീയം വായിക്കണം? പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നോ പഴകിയ ജാതീയത എന്നാണ്. എന്നോ പഴകിയ ജാതീയത കുത്തിപ്പൊക്കുന്നു. ഇവിടെ പഴകിയതൊന്നും കുത്തിപ്പൊക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബാബറി മസ്ജിദ് എന്തിനാ ആ പ്രശ്നം കുത്തിപ്പൊക്കി ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത്? എന്തുകൊണ്ടാണ് അത് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിതത്? പഴയതൊന്നും കുത്തിപ്പൊക്കാൻ പാടില്ലെങ്കിൽ ഒന്നുമേ കുത്തിപ്പൊക്കാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ കുത്തിപ്പൊക്കാം, കുറച്ച് കാര്യങ്ങൾ കുത്തിപ്പൊക്കാൻ പാടില്ല. ഈ നിലപാട് ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ ഇതിനെല്ലാം ശരിവെച്ച് കൊടുക്കുന്ന ഒരു സമീപനമാണല്ലോ ഷാജൻ സ്കറിയയുടേത്. അപ്പോൾ വേടന് പാടാനും പാടാതിരിക്കാനും, രാമന് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ അവകാശമുണ്ട്. ആ വേടൻ്റെ അവകാശം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. വേടൻ പാടട്ടെ, നാളെ ഷാജൻ സ്കറിയായി പാടിക്കോ, ആരാണ് എതിര് നിൽക്കുന്നത്? നമ്മൾ ഒരു ജനാധിപത്യ നാട്ടിലാണ്. ഇവിടെ ജനാധിപത്യം പുലരട്ടെ. രാവണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. രാവണൻ്റെ ബുദ്ധിയെയും സംസ്കാരത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കത് ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെ അവരുടെ വഴിക്ക് വിടുക. ഇവിടെ രാമൻ്റെ പിൻഗാമികളായി എന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരത് അനുഭവിച്ചോട്ടെ. രാവണനെ ഇഷ്ടപ്പെടാനാണോ ചിലർക്ക് താല്പര്യമെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടോട്ടെ. എന്തിനു എതിർക്കണം? അപ്പോൾ വേടൻ്റെ പേരിൽ ഷാജൻ സ്കറിയ ഇവിടുത്തെ ജാതീയതയെ, ആ ജീർണ സംസ്കാരത്തെ ഒന്നും സംരക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു.